ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു. സൈപ്രസിലേക്കാണ് പ്രധാനമന്ത്രിയുടെ യാത്ര. പിന്നീട് കാനഡയിലേക്ക് തിരിക്കുന്ന അദ്ദേഹം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ക്രൊയേഷ്യൻ സന്ദർശനം കൂടി പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും അദ്ദേഹം തിരിച്ചെത്തുക. സൈപ്രസ് സന്ദർശനമേറെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ളത് കൂടിയാണ്. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, പ്രധാനമന്ത്രി പുറപ്പെട്ടു കഴിഞ്ഞു. G7 ഉച്ചകോടിയിൽ അദ്ദേഹം നാളെ പങ്കെടുക്കും. ഒപ്പം സൈപ്രസ് എന്നുള്ള രാഷ്ട്രത്തിലേക്കുള്ള സന്ദർശനം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, അന്താരാഷ്ട്ര മാനമുണ്ട്. പ്രത്യേകിച്ച് തുർക്കി എന്നുള്ള ആ ഒരു രാഷ്ട്രത്തിൻ്റെ ശത്രുരാജ്യം കൂടിയാണ് സൈപ്രസ്. അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായ ഒരു യാത്ര എന്നുകൂടി ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും സുരേഷ്, ഏറെ തന്ത്രപ്രധാനമായ ഒരു യാത്ര തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ അന്താരാഷ്ട്ര സന്ദർശനത്തിനിടെയാണ് പ്രധാനമന്ത്രി ആ യാത്ര വെട്ടിച്ചുരുക്കി പെഹൽഗാം ആക്രമണത്തിനെ തുടർന്ന് തിരിച്ചെത്തിയത്. ആ ഷെഡ്യൂളിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങൾ തന്നെയാണ് ക്രൊയേഷ്യയും അതുപോലെ തന്നെ സൈപ്രസും. ഈ രണ്ട് രാജ്യങ്ങളും സന്ദർശിക്കുന്നത് വഴി നേരത്തെ ഉണ്ടായിരുന്നതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം, ഒരു അന്തർദേശീയ സൈനിക പ്രാധാന്യമെല്ലാം തന്നെ, സൈനിക ബന്ധത്തിൻ്റെ പ്രാധാന്യമെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനത്തിനുണ്ട് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഈ സന്ദർശനത്തിലെ ഒരു പ്രധാന ഘടകം. അതായത്, നേരത്തെ നമുക്കറിയാവുന്ന പെഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷമുള്ള ശക്തമായ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ വഴി ഭാരതം നടത്തിയപ്പോൾ ഭാരതത്തിനെതിരെ പ്രതിരോധം തീർക്കുന്നതിനെ പാകിസ്ഥാൻ ഉപയോഗിച്ച ഡ്രോണുകളിൽ ബഹുഭൂരിപക്ഷവും, അതായത് 90% ഡ്രോണുകളും പാകിസ്ഥാൻ ഉപയോഗിച്ചത്, ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച ഡ്രോണുകളെല്ലാം തന്നെ തുർക്കിയിൽ നിന്നും ലഭിച്ച ഡ്രോണുകളാണ്. ഈ തുർക്കിയും സൈപ്രസും തമ്മിലുള്ള വലിയ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നയതന്ത്ര തലത്തിലും അല്ലാതെയും ഒക്കെ വലിയ വാണിജ്യ രംഗത്തൊക്കെ വലിയ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈസ്റ്റേൺ മെഡിറ്ററേനിയനിലെ എണ്ണഖനനം സംബന്ധിച്ചൊരു തർക്കമാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നത്. ഈ നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കുന്നതിന് അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടപെടൽ വേണമെന്ന ഒരു ആവശ്യം വളരെ കൃത്യമായി ഭാരതം മുന്നോട്ട് വയ്ക്കുകയും ഭാരതം അതിനുവേണ്ടി നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു നിലപാടെടുത്ത ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഭാരതത്തിന് എതിരായൊരു നീക്കം നടത്തിയ അവരുടെ തന്നെ ഒരു എതിർ രാഷ്ട്രമെന്ന നിലയ്ക്ക് തുർക്കി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഏറെ തന്ത്രപ്രധാനവുമായതും ഏറെ ഗൗരവമുള്ളതുമാണ് ഈ സന്ദർശനം. സൈപ്രസ് സന്ദർശനത്തിൻ്റെ അന്താരാഷ്ട്ര പ്രസക്തി ഈ പെഹൽഗാം ആക്രമണത്തിന് ശേഷം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. തീർച്ചയായും അത് തുടർ ചർച്ചകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, സൈപ്രസിനെ കുറേ കൂടി മികച്ച പിന്തുണ നൽകാനുള്ള ഒരു നീക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ നയതന്ത്ര രംഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തുർക്കിയെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നതിനും തുർക്കിയെ ശക്തമായി മുന്നറിയിപ്പ് നൽകി ഭാരതത്തിനെതിരായ സൈനിക നീക്കങ്ങൾക്ക് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിക്കുമെന്ന ഏറ്റവും പ്രസക്തമായ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ളൊരു വിഷയം അവിടെയുണ്ട്. അത് ഏറെ ഗൗരവമുള്ള ഒരു ഭാരതത്തിൻ്റെ സുരക്ഷയെയും ഭീകരതയ്ക്കെതിരായ സമരത്തിൻ്റെയും അല്ലെങ്കിൽ ഭീകരതയ്ക്കെതിരായ ശക്തമായ നീക്കങ്ങളുടെയും ഒരു ഭാഗമായി തന്നെ അത് പരിഗണിക്കപ്പെടുകയും ചെയ്യുമെന്നതാണ് ഈ സമകാലിക രാഷ്ട്രീയത്തിലെ അന്താരാഷ്ട്ര വിഷയത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമായി മാറുക. മറ്റു സുപ്രധാന വിഷയങ്ങൾ വേറെയുമുണ്ട്. UN സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വത്തിനുള്ള ഭാരതത്തിൻ്റെ ആ നിലപാടിനെ ഏറ്റവും അധികം പിന്തുണ ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് സൈപ്രസ്. അതുപോലെ തന്നെ ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പിലേക്ക്, അതായത് ഓസ്ട്രേലിയൻ ക്ലബ്ബ് എന്നറിയപ്പെടുന്ന ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പിലേക്ക് ഭാരതത്തിൻ്റെ എൻട്രി സംബന്ധിച്ച ഒരു വിഷയം ചർച്ച ചെയ്ത കാലത്ത്, അതായത് 7-8 വർഷങ്ങൾക്ക് മുമ്പ് ആ ചർച്ച ഏറെ ശക്തമായി വന്ന ഒരു സാഹചര്യത്തിൽ അത് ചൈനയിലൊക്കെ അതിൻ്റെ ചൈനയൊക്കെ അതിനെ ശക്തമായി എതിർക്കുന്നൊരു സാഹചര്യത്തിൽ സൈപ്രസ് ഭാരതത്തിനോടൊപ്പം നിന്ന ഒരു രാജ്യം കൂടിയാണ്. മാത്രമല്ല, സൈപ്രസ് സന്ദർശിക്കുന്ന മൂന്നാമത്തെ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി. നേരത്തെ ഇന്ദിരാഗാന്ധി 83-ലും പിന്നീട് വാജ്പേയിയും പിന്നീട് ഇപ്പോൾ നരേന്ദ്രമോദിയുമാണ് സന്ദർശിക്കുന്നത്. തീർച്ചയായും ഈ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഭീകരതയ്ക്കെതിരായ ശക്തമായ നീക്കങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു നടപടി കൂടിയാണ്. അതിനുശേഷമാണ് അദ്ദേഹം കാനഡയിലേക്ക് എത്തുക. കാനഡയിലെത്തിയതിന് ശേഷമാണ് ഈ G7 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. G7 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതും ഏറെ വിവാദമായിരുന്നു ഭാരതത്തിൽ. G7 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രിയെ 2019 മുതൽ ഭാരതത്തെ ക്ഷണിക്കുന്നൊരു പതിവ് ഇത്തവണ ഉണ്ടായില്ല എന്ന രീതിയിൽ ചില ദുഷ്പ്രചരണങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് നടത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ മുതിർന്ന ദേശീയ നേതാക്കൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ മറുപടിയായിരുന്നു മാർക്ക് കാർണിയുടെ ഫോൺ സംഭാഷണവും. മാർക്ക് കാർണി പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചതും ഈ പരിപാടിക്ക് G7 സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുമ്പോൾ പ്രധാനമായും കനേഡിയൻ പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്, അല്ലെങ്കിൽ കൃത്യമായി ലോകത്തെ അറിയിച്ചത്, ഭാരതം അതിവേഗം മുന്നോട്ട് കുതിക്കുന്ന ഒരു സമ്പദ് ശക്തിയാണ്. നമുക്കറിയാവുന്നതാണ്, 4ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ GDP വളർച്ചയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. അത്തരത്തിൽ വിവിധങ്ങളായ കാര്യങ്ങൾ ഭാരതത്തിൻ്റെ സമ്പദ് ഘടനയുമായി സംബന്ധിച്ച് ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ അതിശക്തമായി നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയുമായി G7 രാജ്യങ്ങൾക്ക് പങ്കുവേണം. അതുകൊണ്ട് തന്നെ ആ G7 രാജ്യങ്ങളുടെ സമ്മേളനങ്ങളിൽ ഭാരതത്തിന് ഒരു സീറ്റ് ഉറപ്പായും ഉണ്ടാകുമെന്ന ഒരു നിലപാട് വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു.
ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി അവിടെ എത്തുന്നത് എന്നതാണ് ഏറെ പ്രാധാന്യമുള്ളൊരു വിഷയം. മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് കാനഡയുമായുള്ള നയതന്ത്ര പ്രശ്നങ്ങളാണ്. ആ നയതന്ത്ര പ്രശ്നങ്ങളിൽ ഖാലിസ്ഥാൻ വിരുദ്ധ നിലപാടുകൾ ശക്തമായി ഭാരതം സ്വീകരിക്കുകയും ചെയ്യും. അത് ലോകത്തിന് ബോധ്യപ്പെട്ട ഒരു നയതന്ത്ര നീക്കങ്ങൾ ഭാരതം നടത്തിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടെയും ചില അന്താരാഷ്ട്ര തലത്തിലുള്ള ഭീകരവിരുദ്ധ നിലപാടുകളോട് ഭാരതം സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് ചില നയപരമായ തീരുമാനങ്ങളുടെ ഒരു നീക്കവും ഉണ്ടാകും. പിന്നീടായിരിക്കും ക്രൊയേഷ്യയുടെ സന്ദർശനം ഉണ്ടാവുക. ക്രൊയേഷ്യ സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട മറ്റൊരു വിഷയം. അതീവ നിർണായകമായ സന്ദർശനം. ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.